COP 17C കമ്മിറ്റ്മെൻ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. പേഷ്യൻസ് വിത്ത് പെയിൻ undergo detailed assessment and periodic reassessment. നമുക്ക് പെയിനിൽ സഫർ ചെയ്യുന്ന പേഷ്യൻസിനെ അസസ്മെൻറ്റ് ചെയ്യാനും പീരിയോഡിക് റീഅസസ് ചെയ്യാനും പേഷ്യൻസ് വിത്ത് പെയിൻ അണ്ടർഗോ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് ആൻഡ് പീരിയോഡിക് റീഅസസ്മെൻറ്റ് വേണം എന്നതാണ് ഈ ഒരു 17C നമ്മൾ കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെയിൻ മെയിൻ പ്രോബ്ലമായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെയുള്ള ഒരു പെയിൻ അസസ്മെൻറ്റും റീഅസസ്മെൻറ്റിൻ്റെ കണ്ടിന്യൂഷനും വേണം. ക്യാൻസർ പെയിനുമായിട്ട് വരിക, ന്യൂറാൾജിയ, അപ്പം നമ്മുടെ ന്യൂറോൺസിന് ഷോക്ക് കിട്ടുന്ന കണക്ക് റീജിയണലായിട്ട് ചില നമ്മുടെ മെസ്സേജിങ് ലൈൻസിൽ വരുന്ന കുത്തി വലിക്കുന്ന പെയിൻ ഇടയ്ക്ക് വന്നു പോകും. ഫേസൊക്കെ ഇങ്ങനെ പെയിൻ കാരണം കൂടിപ്പോകും, തൊടാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രത്യേക പോർഷനുകളിൽ സഡനായിട്ട് പെയിൻ വന്ന് റിലീസായി പോകും. ആർത്രൽജിയ ഉണ്ട്, നമ്മുടെ ജോയിൻസ്, മൾട്ടിപ്പിൾ ജോയിൻസിൽ ആർത്രൈറ്റിസിൻ്റെ ഭാഗമായിട്ട് മാത്രമൊന്നുമല്ല, ചില വൈറസ് ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് പെയിൻസ് വരും. മൾട്ടിപ്പിൾ ജോയിൻസിൽ റീജിയണലായിട്ട് സഡൻ പെയിൻസ് വന്നു പോകും. പക്ഷെ ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമല്ല. നമുക്കിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഓക്സിജൻ സപ്ലൈ, ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പെയിനുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻറ്റ് വുമൺ ഡെലിവറി പെയിനുമായിട്ട് വന്ന് ഇത് തങ്ങളിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും, അതുപോലെ നിയോനാറ്റൽ പേഷ്യൻസ്, പീഡിയാട്രിക് പേഷ്യൻസിൻ്റെയും അഡൾട്ട്സിൻ്റെയും വെന്റിലേറ്റർ പേഷ്യൻസിൻ്റെയും പെയിൻ സ്കോറിങ്ങിൽ വ്യത്യസ്തമായ കൺസെപ്റ്റുകളും ടൂളുകളുമാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ബോധവും നമുക്കുണ്ടാവണം. ഇൻറ്റൻസിറ്റി ഓഫ് പെയിൻ നമ്മൾ കൃത്യമായിട്ടും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വാലിഡേറ്റ് ചെയ്യണം. ഡിഫറെൻ്റ് ഏജിൽ അതിൻ്റെ കാൽക്കുലേഷൻസ്, റേറ്റിംഗ്, പെയിൻ ക്യാരക്ടർ, ഫ്രീക്വൻസി, ലൊക്കേഷൻ, ഡ്യൂറേഷൻ ഓഫ് പെയിൻ, അതിന് റേഡിയേറ്റിംഗ്, ഇത് പെയിൻ എങ്ങനെയാണ് റേഡിയേറ്റ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള അസസ്മെൻ്റ് കൃത്യമായിട്ടും അതാത് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റീഅസസ് ചെയ്തിട്ടിരിക്കുകയും വേണം. അപ്പോൾ പെയിൻ സിംറ്റമായിരിക്കാം പലതിൻ്റെയും, പെയിൻ തന്നെ ഒരു പ്രധാന അസുഖമായിരിക്കാം. അതിനെ വേർതിരിച്ചറിഞ്ഞ് വാലിഡേഷൻ ടൂൾസ് ഉപയോഗിക്കാനും അതനുസരിച്ച് അസസ് ചെയ്യാനും റീഅസസ് ചെയ്യാനും കഴിയണം എന്നതാണ് COP, കെയർ ഓഫ് പേഷ്യൻസ് 17C നമ്മൾ കാണുന്നത്. പേഷ്യൻസ് വിത്ത് പെയിൻ അണ്ടർഗോ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് ആൻഡ് പീരിയോഡിക് റീഅസസ്മെൻറ്റ്. നമ്മൾ അതിൽ കൂടെ കടത്തിക്കൊണ്ടു പോകണം. പേഷ്യൻസ് വിത്ത് പെയിൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് അവർ ഏത് ടൈപ്പ് ഓഫ് പെയിനാണ്, അതിൻ്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് സയൻറ്റിഫിക് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. They undergo detailed assessment and reassessment appropriately. സോ നമുക്ക് ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് മൂന്നാമത്തത് കൃത്യമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കാം. അത് ഈ ഒരു പെയിൻ മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടൈപ്പ് ഓഫ് പെയിൻ ഏതാണെന്ന് തിരിച്ചറിയുക, അതിനെ അസസ് ചെയ്യാൻ കഴിയുക.